ദ ആംഗ്രി യങ് മാൻ എന്ന് വിളിപ്പേരുള്ള ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ, വിവാദങ്ങൾക്കും മറ്റും പേര് കേട്ട കളിക്കാരൻ. ഒരു കാലത്ത് ഇന്ത്യൻ നിരയുടെ കരുത്തായിരുന്നു ഈ ഇടംകയ്യൻ ബാറ്റ്സ്മാൻ. ഇന്ത്യ 2 തവണ ലോക ചാമ്പ്യന്മാരായപ്പോഴും ടീമിന്റെ നെടുന്തൂണായിരുന്നു ഈ പറയുന്ന മനുഷ്യൻ. അയാളുടെ പേരാണ് ഗംഭീർ, ഗൗതം ഗംഭീർ. പത്ത് വയസ്സ് മുതൽ തന്നെ ഗൗതം ഗംഭീർ ക്രിക്കറ്റ് കളിക്കാൻ ആരംഭിച്ചു. സൗരവ് ഗാംഗുലിക്ക് ശേഷം ഒരു ഇടംകയ്യൻ ബാറ്റ്സ്മാൻ ഓപ്പണറെ ഇന്ത്യ അന്വേഷിച്ച് തുടങ്ങിയിരുന്ന കാലമായിരുന്നു. ആ അന്വേഷണം ചെന്ന് അവസാനിച്ചത് ഗൗതം ഗംഭീറിന്റെ അടുത്താണ്. 2003 ഗൗതം ഗംഭീർ ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത്. ആദ്യ 2 മത്സരങ്ങളിൽ തിളങ്ങാനായില്ലെങ്കിലും 3-ാം മത്സരത്തിൽ 71 റൺസ് നേടി ഇന്ത്യയുടെ വിജയശില്പിയായി ഗൗതം ഗംഭീർ. 2003 ഗൗതം ഗംഭീറിന്റെ ടെസ്റ്റ് അരങ്ങേറ്റവും. അന്ന് പക്ഷെ ഒരു മത്സരങ്ങളിലും ഗംഭീറിന് തിളങ്ങാൻ ആയില്ല. ടെസ്റ്റിൽ സ്ഥിരത നിലനിർത്താൻ കഴിയാത്തത് കൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗംഭീർ പൂർണ്ണ പരാജയമാവുകയായിരുന്നു. 2005 മുതൽ 2007 വരെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന് വെളിയിലായിരുന്നു ഗൗതം ഗംഭീറിന്റെ സ്ഥാനം. എന്നാൽ അതേസമയം ഏകദിന ക്രിക്കറ്റിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. എന്തു തന്നെയായാലും 2007 ലോകകപ്പ് ടീമിൽ ഗംഭീറിന് ഇടം നേടാനായില്ല. ഇത് ഗംഭീറിനേറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു. മാനസികമായി തളർന്ന ഗംഭീർ പരിശീലനത്തിന് പോലും ഇറങ്ങാതെ ക്രിക്കറ്റ് ഉപേക്ഷിക്കുക എന്ന നിലയിലേക്ക് വരെ എത്തി സാഹചര്യങ്ങൾ. എന്നാൽ ആ വർഷം ഇന്ത്യ നാണംകെട്ട തോൽവിയാണ് വേൾഡ് കപ്പിൽ വാങ്ങിച്ചു കൂട്ടിയത്. എന്നാൽ അതിനൊരു മറുപടി എന്ന പോലെ അതേ കൊല്ലം നടന്ന ബംഗ്ലാദേശിനുള്ള പരമ്പരയിലായിരുന്നു ഗംഭീറിന്റെ തിരിച്ചുവരവ് നമ്മൾ കണ്ടത്. ആ പരമ്പരയിൽ തന്നെ 2-ാം ഏകദിന സെഞ്ചുറിയും ഗൗതം ഗംഭീർ സ്വന്തമാക്കി. പിന്നീട് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകാൻ തുടങ്ങി. അങ്ങനെ ഗൗതം ഗംഭീർ 2007 വേൾഡ് കപ്പ് ടീമിൽ അംഗമായി. ആ ടൂർണമെന്റിന്റെ വിധി മാറ്റി എഴുതിയ ഒരു താരം തന്നെയായിരുന്നു ഗൗതം ഗംഭീർ. 3 അർദ്ധശതകങ്ങൾ അടക്കം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയായിരുന്നു ആ ടൂർണമെന്റിൽ ഉടനീളം ഉണ്ടായിരുന്നത്. എന്നാൽ യുവരാജിന്റെ 6 ബോളിൽ 6 സിക്സിന്റെയും ഇർഫാൻ പത്താന്റെ ബോളിംഗിന്റെയും MS ധോണിയുടെ ക്യാപ്റ്റൻസിയുടെയും പേരിൽ ആരും കൊട്ടിഘോഷിക്കാതെ പോയ ഗംഭീറിന്റെ ഇന്നിംഗ്സുകൾ കടന്നു പോവുകയും ചെയ്തു. 2007-2008 സീരീസിൽ ഗംഭീറിന്റെ ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. വീരേന്ദ്ര സെവാഗ്, ഗൗതം ഗംഭീർ കൂട്ടുകെട്ട് അന്ന് മുതലാണ് ഉടലെടുക്കുന്നത്. ഒരു സമയത്ത് ഇന്ത്യ പരാജയം മുന്നിൽ കണ്ടപ്പോഴൊക്കെ കരുത്തായിരുന്നത് ഗംഭീറിന്റെ ബാറ്റിംഗ് മികവ് തന്നെയായിരുന്നു. ആ കാലയളവിൽ ടെസ്റ്റ് ബാറ്റിംഗിൽ 1-ാം റാങ്കും ഗൗതം ഗംഭീർ സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ നായക കുപ്പായത്തിലേക്ക് എത്തിയപ്പോഴും ഗംഭീർ വിജയി തന്നെയായിരുന്നു. 2011 ഏകദിന വേൾഡ് കപ്പ് ആരും മറന്നു കാണില്ല. അന്ന് ഗൗതം ഗംഭീറിന്റെ ബാറ്റാണ് ഇന്ത്യൻ നിരയ്ക്ക് രക്ഷയായത്. 9 ഇന്നിംഗ്സുകളിൽ നിന്നും 393 റൺസാണ് ഗൗതം ഗംഭീർ നേടിയത്, ഫൈനലിലെ ബാറ്റിംഗ് അടക്കം. ഇന്ത്യൻ ആരാധകർക്ക് നൽകിയ പ്രതീക്ഷകൾ കുറവൊന്നുമായിരുന്നില്ല. സച്ചിന്റെയും സെവാഗിന്റെയും വിക്കറ്റുകൾ ആദ്യം തന്നെ നഷ്ടപ്പെട്ടത് കാരണം ഇന്ത്യ ഫൈനലിൽ പരുങ്ങലിലാവുകയും ചെയ്തു. ആ ഒരു സമയത്ത് ഗംഭീറിന്റെ 97 റൺസ് നിറഞ്ഞ ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ത്യയെ കരകയറ്റിയത്. ധോണിയുടെ ബാറ്റിംഗിലും ഫിനിഷിലും ഗംഭീറിന്റെ 97 റൺസ് മുങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. ഒരു കണക്കിന് 2011 വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകും ഗൗതം ഗംഭീറിന്റെ പേര്. അന്ന് അദ്ദേഹം 97 റൺസ് നേടി വിക്കറ്റ് ആവുമ്പോൾ അദ്ദേഹത്തിന്റെ ജേഴ്സിയിൽ കാണാമായിരുന്നു ആ ഇന്നിംഗ്സിന്റെ അടയാളം. 2010-11 കാലഘട്ടത്തിൽ പിന്നീട് ചില മോശം സാഹചര്യത്തിലൂടെയാണ് ഗൗതം ഗംഭീർ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗിന്റെ സ്ഥിരത പുലർത്താൻ ഗംഭീറിന് ആയതുമില്ല. ആയതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരുപാട് നാൾ പുറത്തിരുത്തുകയും ചെയ്തു. ഇന്ത്യൻ ഓപ്പണിംഗ് നിരയിലെ അദ്ദേഹത്തിന്റെ സ്ഥാനവും നഷ്ടമായി. 2013 ഗംഭീറിന്റെ അവസാന ഏകദിനം. 2016 ന്യൂസിലൻഡുമായി നടന്ന ടെസ്റ്റ് ആയിരുന്നു കരിയറിലെ അവസാന ടെസ്റ്റ് മത്സരവും. ഒരു വിരിമയ്ക്കൽ മത്സരം പോലും ഗംഭീറിന് ലഭിച്ചിരുന്നില്ല. കളിക്കളത്തിലെ ചൂടനായിട്ടാണ് ഗംഭീർ എപ്പോഴും അറിയപ്പെട്ടിരുന്നത്. അഗ്രഷന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു ഗംഭീർ എന്ന പേര്. IPL സീസണിലും മിന്നും താരമായിരുന്നു ഗൗതം ഗംഭീർ എന്ന് പറയാതിരിക്കാൻ വയ്യ. ധോണിക്കും രോഹിത്തിനും പിന്നാലെ ടീമിന് 1-ലധികം തവണ ചാമ്പ്യന്മാരാക്കിയ ചരിത്രവും ഗംഭീറിനുണ്ട്. ഇന്ന് 2024 സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ടീമിന്റെ മെന്ററായി ഗംഭീർ നിലകൊണ്ടു. ഇന്ന് താൻ മെന്ററായിരിക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 2024 IPL കിരീടവും നേടിക്കഴിഞ്ഞിരിക്കുന്നു.
ഇനി ഒരുപക്ഷെ ഇന്ത്യയുടെ അടുത്ത ഹെഡ് കോച്ചായി ഗൗതം ഗംഭീർ തന്നെയായിരിക്കും മുന്നിൽ ഉണ്ടാവുക. ഒരുപക്ഷെ ഇനി അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യത്തിലായിരിക്കും ഇന്ത്യ അടുത്ത ലോകകപ്പിന് ഒരുങ്ങുന്നതും. കാത്തിരിക്കാം ഇനി ഗംഭീറിന്റെ വരവിനായി.